വേറെ ആരും ഇല്ല അവർക്ക്. ഒറ്റ മോളേ ഉള്ളൂ. ഒരു മക്കളും ഇങ്ങനെ ചെയ്യാൻ പാടില്ല അച്ഛനോടും അമ്മയോടും. അതെ, അതും എൻ്റെ മോനും കൂടെ ഐസിയുടെ മുന്നേ കിടക്കുന്നത് 11 ദിവസം. മേഘയുടെ അച്ഛൻ്റെ കുഞ്ഞമ്മ എൻ്റെ കൊച്ചുമോളാണ്. ഇപ്പം ഒന്നുമില്ല. അവൻ്റെ അച്ഛനെയും സുഗാന്തിൻ്റെ അച്ഛനെയും അമ്മയും സ്റ്റേഷനിൽ വന്നു എന്ന് പറയുന്നുണ്ട്. അതിനെക്കുറിച്ചും പിന്നെ ഒരു വിവരവും ഇല്ല. സുഗാന്ത് എവിടെയാണെന്നുള്ളത് ഒരു വിവരവും ഇല്ല. ഈ കേസിനെ കുറിച്ച് ഇപ്പോൾ ആരും ഒന്നും പറയുന്നില്ല. ഈ ഒരു പെൺകുട്ടി ദാരുണമായി മരണപ്പെട്ടിട്ട് ഈ കേസിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ? അത് സുഗാന്തിൻ്റെ ആൾക്കാർ അത്ര പിടിയുള്ളവരായിരിക്കും, അതുകൊണ്ടായിരിക്കാം. ഇതിനകത്ത് പോലീസിന് അനാസ്ഥയാണെന്ന് പറയാൻ കാരണം എന്ത്? സുഗാന്തിൻ്റെ ഒരു വക്കീൽ CPMൻ്റെ ആളാണെന്നാണ്, പ്രബലമായ ആളാണെന്നാണ് ഞങ്ങൾ അറിഞ്ഞിട്ടുള്ളത്. അപ്പം അത് പാർട്ടിയുടെ ആളാണല്ലോ, അത് വെച്ചായിരിക്കും അവരിങ്ങനെ നിൽക്കുന്നത്. അതുകൊണ്ടായിരിക്കും മറ്റുള്ളവരുടെ ഒന്നും തെളിയിക്കാതെ വരുന്നത്. കഴിഞ്ഞ ദിവസം CMനെ കാണാൻ പോയിരുന്നു എന്ന് പറഞ്ഞു. പോയി, ഇന്നലെ പോയി. ഈ കേസിന്റെ തുടക്കം മുതലേ പറയുമ്പോൾ ഈ അന്വേഷണത്തിൽ പോലീസാണോ അദ്ദേഹമാണോ ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്തത്? മേഘയുടെ അച്ഛനാണ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത്. പോലീസ് അത്രയും അന്വേഷിക്കുന്നില്ല എന്ന് തോന്നുന്നു. പോലീസ് എന്തെങ്കിലും ഈ മീഡിയ എന്തെങ്കിലും പറയുമ്പോഴാണ് പോലീസ് അവിടെ പോയി അത് ചെയ്തു, അവൻ ലുക്കൗട്ട് നോട്ടീസൊക്കെ മതിലൊക്കെ ഒട്ടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അവൻ്റെ അച്ഛനും അമ്മയും വന്ന് പോലീസിൽ വന്ന് കീഴടങ്ങാൻ അവരുടെ പേരിൽ കേസൊന്നുമില്ല, കീഴടങ്ങി എന്നാണ് പറയുന്നത്. പിന്നെ അതിനെക്കുറിച്ച് ഒരു വിവരവും ഇല്ല. അച്ഛനും അമ്മയും സ്വന്തം വീട്ടിൽ പോയി താമസിക്കുന്നുണ്ടോ, വേറെ വല്ലയിടവും താമസിക്കുന്നുണ്ടോ, സുഗാന്ത് എവിടെയാണോ, അതൊന്നും ഒരു വിവരവും ഇല്ല. അതിനെക്കുറിച്ചൊന്നും ആരും ഒന്നും പറയുന്നില്ല. ചാനലുകാരും പറയുന്നില്ല, പോലീസുകാരും പറയുന്നില്ല. ടീച്ചർ എന്ന രീതിയിൽ ഈ മേഘ ചെയ്തത് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? മേഘ ചെയ്തത് അവൾ അവിടെ ബുദ്ധിമോശമാണ്. അല്ലെങ്കിൽ ആരോടെങ്കിലും ഇപ്പോഴത്തെ കാലത്ത് ഒരാളിങ്ങനെ സ്നേഹിച്ചു കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് പിന്മാറിക്കഴിഞ്ഞാൽ ഇങ്ങനെ ആത്മഹത്യ ചെയ്യേണ്ട ഒരു കാര്യവും ഇല്ല. അത് അവൾ ഒരു നിമിഷം അവൻ്റെ അച്ഛനെ കുറിച്ച് അമ്മയെക്കുറിച്ച് ആലോചിച്ചുമില്ല. വേറെ ആരും ഇല്ല അവർക്ക്. ഒറ്റ മോളേ ഉള്ളൂ. 2 വർഷമകത്ത് കണ്ട ഒരു മനുഷ്യന് വേണ്ടിയിട്ട് 2 വർഷത്തിനകത്ത് കണ്ടില്ല, 1 വർഷം ആകുന്നതേ ഉള്ളൂ കണ്ടിട്ട്. എന്നാ മെയ്യിലാണ് ട്രെയിനിങ്ങിന് പോയത്. ഏപ്രിൽ മെയ് അപ്പോഴാണ് കണ്ടത്. ഇപ്പം ഏപ്രിൽ മെയ്, ഇത് മെയ് അല്ലേ, 1 വർഷം ആകുന്നതേ ഉള്ളൂ കണ്ടിട്ട്. ഒരു മക്കളും ഇങ്ങനെ ചെയ്യാൻ പാടില്ല അച്ഛനോടും അമ്മയോടും. അതെ, മേഘ ചെയ്തത് ശരിയായില്ല. അതന്നെ, ഒരു പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അവരെന്തെങ്കിലും ചെയ്യുന്നതിന് മുന്നേ 100 വട്ടം ആലോചിക്കണമെന്നാണ് പറയുന്നത്. 100 വട്ടം ആലോചിച്ചില്ലെങ്കിലും ഒരു 10 വട്ടമെങ്കിലും ആലോചിക്കണം. എൻ്റെ അച്ഛനും അമ്മയും ഇത്ര എന്നെ വളർത്തിയില്ലേ. ഒരു നിമിഷം കണ്ട ആളിനോടാണോ കമ്മിറ്റ്മെൻറ്റ് കൂടുതൽ, ഇത്രയും നാൾ വളർത്തി അച്ഛനോടും അമ്മയോടും ആണോ കമ്മിറ്റ്മെൻറ്റ് കൂടുതലെന്ന് ആലോചിക്കണം. അച്ഛനോടും അമ്മയോടും ആലോചിക്കണം, ഇങ്ങനെ ഒന്ന് പറ്റിപ്പോയി എന്ത് ചെയ്യണം, അല്ലെങ്കിൽ വേറെ ആരോടെങ്കിലും ഒന്ന് ആലോചിക്കണം. ഇതുവഴി ഇങ്ങനെ അവിടെ വന്ന് വണ്ടി ഇറങ്ങി അങ്ങനെ നടന്നു പോകാമെന്നെങ്കിൽ എന്നെ ഇവിടെ കാണും. ഞാൻ കുഞ്ഞമ്മ കുഞ്ഞമ്മയെന്ന് തന്നെയാണ് അവളും വിളിക്കുന്നത്. ഒന്ന് വിളിച്ചിട്ട് വന്നേ ഉള്ളൂ, അല്ലെങ്കിൽ പോകുകയെന്നെങ്കിൽ പോകുക ഇന്ന് ഇങ്ങനെയൊന്ന് പറയത്തേ ഉള്ളൂ. അല്ലെങ്കിൽ ഞാൻ അവർ അവിടെ തന്നെ താമസിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊണ്ട് കൊടുക്കും. അപ്പോൾ വെച്ച് കാണുമ്പോൾ സംസാരിക്കും, അത്രയേ ഉള്ളൂ. അല്ലാതെ ഒരു വീട്ടുകളിലും പോവുകയില്ല, ഒരാളുമായിട്ട് അങ്ങനെ ഒരു അടുപ്പവും ഇല്ല അവൾക്ക്. സ്കൂളിൽ ഇവിടെ +1 +2 പഠിച്ചത് വെണ്ണിക്കുളത്താണ്. അതിന് മുന്നേ 10ാം ക്ലാസ് വരെ പാലക്കാടായിരുന്നു. അവർ ഫുള്ളായിട്ടും പാലക്കാടായിരുന്നു. മേഘയുടെ അമ്മയുടെ വീട് പാലക്കാടാണ്. അവർ മധു പാലക്കാട് ആണ് വർക്ക് ചെയ്തത്. 10ാം ക്ലാസ്സും കഴിഞ്ഞിട്ട് +1 ആയപ്പോൾ ഇവിടെ വെണ്ണിക്കുളത്ത് കൊണ്ട് ചേർത്ത്. ICSEയുടെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അവിടെ എന്നെയാണ് ലോക്കൽ ഗാർഡിയനായിട്ട് വെച്ചിരുന്നത്. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ പോവും.
ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ഇത്രയും വളർത്തി ഒരു ഒരു കുഞ്ഞ് മാത്രമാണുള്ളത്, അത് പോകുന്നു, മരണം വരെ ഇവരെ ഈ വേദന പിന്തുടരും. ഇങ്ങനെ പോയി കഴിയുമ്പം ഇവർക്ക് എല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷം ഈ ഒരു മാനസിക വേദനയോടെ കൊടുക്കുന്നതും ടീച്ചർ അറിയുന്നുണ്ടല്ലോ. അറിയുന്നുണ്ട്. അവരിതെല്ലാം അനുഭവിക്കേണ്ടതാണെന്നാണ് എൻ്റെ വിശ്വാസം. അല്ലെങ്കിൽ ഇങ്ങനെ സ്നേഹം കൊടുത്തുപോയി, സ്നേഹം കൊടുത്തുപോയി. ഒരു വലിയ തെറ്റായി പോയി. അവള് വലിയ തെറ്റാണ്, അത് കേൾക്കുന്നവരും പറയുന്നുണ്ട്. ഈ ലോക്കൽ ഗാർഡിയൻ എന്നുള്ള രീതിയിൽ ടീച്ചർ ഹോസ്റ്റലിൽ ചെല്ലുമ്പോഴേ അവിടെയൊക്കെ മേഘയെ പറ്റിയുള്ള അഭിപ്രായം നല്ല ബ്രില്യൻ്റ് സ്റ്റുഡൻ്റാണ്. അവർക്കെല്ലാം ഒരു അഭിപ്രായവും ഇല്ല, വൃത്തികെട്ട ഒരു സ്വഭാവവും ഇല്ല. കുട്ടികൾക്കായാലും ഫ്രണ്ട്സിനായാലും അങ്ങനെ ഒരു വേറൊരു അഭിപ്രായമില്ല, പിള്ളേർക്കുമായാലും സാർമാർക്കായാലും. ഇങ്ങനെ ഒരു വിഷയം, അങ്ങനെയുള്ള ആളെ ഇങ്ങനെ ഒരു വിഷയം കേട്ടപ്പോൾ ടീച്ചർ വിശ്വസിച്ചില്ല. അഭിപ്രായം ഒരഭിപ്രായം പറയാൻ പറ്റത്തില്ല, വിശ്വസിച്ചില്ല. വേറെ ഏതെങ്കിലും കുട്ടികളെ കുറിച്ചായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ ആയിരുന്നേനെ പറഞ്ഞ്. രീതിയിൽ സംസാരിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും എന്താ പറയുന്നത്? മേഘയുടെ അമ്മ ആകെ തകർന്ന നിലയിൽ തന്നെയാണ്. ഇന്നിവിടെ വന്നേച്ച് പോയപ്പോഴും രാവിലെ വന്ന് കണ്ടേച്ചാ പോയത്. ഇന്നലെ വന്നപ്പം കാണാൻ പറ്റിയില്ല. അവർ വെളുപ്പിനെ അങ്ങ് ട്രിവാൻഡ്രത്ത് പോയി, പിന്നെ മുഖ്യമന്ത്രിയെ കാണാനായിട്ടേ. അപ്പം ഞങ്ങൾ എണീറ്റില്ല. അപ്പം പോയി മെനഞ്ഞാന്ന് ഇങ്ങോട്ട് വന്നില്ല. ഞാൻ വിളിച്ച് ഇങ്ങോട്ട് വരുന്നോന്ന് ചോദിച്ചപ്പം എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അങ്ങ് ഞാൻ ആകെ ഡൗൺ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ വരാമെന്ന് പറഞ്ഞു. മാനസികാവസ്ഥ ആകെ തകർന്ന നിലയില്ല. ജോലിക്ക് പോകാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ ഒരു ദിവസം പോകും, പിന്നെ 2 ദിവസം ലീവ് എടുക്കും. ഇപ്പം ഇങ്ങോട്ട് ട്രാൻസ്ഫർ കിട്ടിയേനും, പക്ഷെ എങ്കിൽ ഇവിടെ അങ്ങ് നിൽക്കാനൊരു മാനസികാവസ്ഥ. ഇവർ തയ്യാറായിരുന്നു. സുഗാന്താണ് പിന്മാറിയത്. IAS പഠിക്കാൻ പോകുന്നു, പ്രിലിമിനറി കിട്ടിയതാണ് എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇതിനു മുമ്പ് ഇവൻ പ്രേമിക്കുന്ന സമയത്ത് ഇതൊന്നും അറിയത്തില്ലായിരുന്നു IAS പഠിക്കുന്ന കാര്യം? അതൊന്നും അറിയില്ല. ഇതെല്ലാം ഇത് കഴിഞ്ഞപ്പോഴല്ലേ ഞങ്ങൾ ഇങ്ങനെയൊക്കെ അറിയുന്നത്. ഈ മേഘ മരിച്ചു കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു സംഭവമേ ഞങ്ങൾ അറിയുന്നത്. നേരത്തെ ഞങ്ങളൊന്നും അങ്ങനെ അറിഞ്ഞിട്ടേ ഇല്ല. ഇങ്ങനെ ഒരു പയ്യനുമായിട്ട് ഇഷ്ടമുണ്ട്, ഇങ്ങനെ പോകുന്നു എന്നൊന്നും. നമ്മൾ അങ്ങനെ ഒരു ഇഷ്ടം കൂടെ തന്നെ അതേ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ജോലി ചെയ്യുന്ന ഒരാളുമായിട്ട് കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് അച്ഛനോടും അമ്മയോടും പറയുന്നത് വലിയ ഒരു തെറ്റേ അല്ല. പക്ഷേ ആ കുട്ടി ഇവനെ അന്ധമായിട്ട് വിശ്വസിച്ച് കളഞ്ഞു എന്നുള്ളതാണ് അല്ലേ? വിശ്വസിച്ചു. വീട്ടുകാരെല്ലാത്തിനും നമ്മളുടെ കൂടെ നിൽക്കും, എല്ലാ കാര്യങ്ങൾക്കും നിൽക്കുമെന്ന് പിന്നെ മേഘയ്ക്ക് ഉറപ്പുള്ളപ്പോൾ മേഘ കാണിച്ച അവൻ പറയുന്നിടത്തോട്ട് ചെല്ലുക, അവൻ്റെ കൂടെ യാത്ര ചെയ്യുക, ഇതൊക്കെ കുറച്ച് ഓവറായിപ്പോയി. അമ്മയോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനൊരു ബന്ധം. അപ്പോൾ അമ്മ പറഞ്ഞു അവരോട് വന്ന് ആലോചിക്കാൻ പറയാം, നമുക്ക് നടത്തി കൊടുക്കാം. അത് ഏത് ജാതിയിലുള്ളതായാലും നടത്തി കൊടുക്കാം എന്നുള്ളൊരു മാനസികാവസ്ഥയിലാണ് ഇരുന്നവർ. കഴിഞ്ഞ ശേഷം പറഞ്ഞതാ. അതിന് മുമ്പേ ഒന്നും ഇങ്ങനെ ഒരാളിനെ കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ല. അറിയില്ലല്ലോ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് ഞങ്ങൾക്കൊന്നും അറിയില്ല. മേഘ കണ്ടാലും ആരും പറയില്ല ഇങ്ങനൊരു സംഭവം. അവൾ ആരെങ്കിലും പ്രേമിക്കുമെന്നോ കൂടെ പോകുമെന്നോ ആരും പറയില്ല. അത്രയ്ക്കൊരു പാവം കൊച്ചായിരുന്നു. മുഖം കണ്ടാലും ഒരു ഇന്നസെൻറ്റ്, തീരെ ഇന്നസെൻറ്റ്. ഇങ്ങനെ പോയി എന്നൊക്കെ അറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തന്നെ അതിശയമായിപ്പോയി. ഇപ്പം എങ്ങനെയുണ്ട് അമ്മ എന്ത് പറയുന്നു ടീച്ചറിനോട്? ഇപ്പം അങ്ങനെ ഇതിനെക്കുറിച്ച് ഞാൻ വന്നപ്പോൾ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാനൊന്നും സമയം കിട്ടിയില്ല. ഞാൻ അങ്ങോട്ട് പോയി രാത്രിയിലെ ആഹാരം കൊടുത്തേമിച്ച് വന്നപ്പോൾ പിന്നെ മധുവിൻ്റെ അളിയൻ വന്ന്, പെങ്ങളും ഭർത്താവും കൂടെ വന്ന്. അപ്പോൾ ഇന്നലെ പോകുന്നതിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പം ഞാൻ കുറച്ച് നേരം ഇരുന്നിട്ട് ഞാൻ ഇനി പോന്നു. ഒരുപാട് സാധനമൊന്നുമില്ല, കുറച്ച് ഡ്രസ്സ് മാത്രമേ ഉള്ളായിരുന്നു. ആദ്യമൊക്കെ അവൾ തനിയെ വെച്ച് കഴിക്കാനൊക്കെ കൊണ്ട് സ്റ്റൗവും എല്ലാം കൊണ്ടുപോയിരുന്നു. അത് ഇപ്പം അടുത്തിടെയായിട്ട് മാറി അടുത്ത് പിന്നെ 3-4 പേരുള്ള റൂമിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അവിടുന്ന് ആഹാരം എല്ലാം കിട്ടും, അതുകൊണ്ട് ഡ്രസ്സ് മാത്രം മതിയല്ലോ. അങ്ങനെ ഡ്രസ്സും ബാഗും മാത്രമേ ഉള്ളായിരുന്നു അവിടുന്ന് കൊണ്ടുപോരാൻ. ഒരാളെ പ്രേമിക്കും, ആൾക്കാർ പ്രേമിക്കും. ഇവിടെ കിട്ടുന്ന പൈസ എല്ലാം മാസാമാസം കിട്ടുന്ന ശമ്പളം എല്ലാം അങ്ങോട്ട് പോകുന്നതിന്റെ പിന്നിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും ബ്ലാക്ക് മെയിലിംഗ് തീർച്ചയായും കാണും. പറഞ്ഞു കാണും. അല്ലെങ്കിൽ ഈ മാസാമാസം കൃത്യമായിട്ട് പൈസ അയച്ചു കൊടുക്കുകയും പിന്നെ ചെലവിനുള്ള പൈസ 800 രൂപ 600 രൂപ ഇങ്ങോട്ട് തിരിച്ചയച്ചു കെഞ്ചി വാങ്ങിക്കുകയും ചെയ്യേണ്ട അവസ്ഥ ഒരു
IB ഓഫീസർക്ക് വരിക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിൽ ബ്ലാക്ക് മെയിലിംഗ് തന്നെയായിരിക്കും. അവർ തമ്മിലുള്ള ഫോട്ടോകളൊക്കെ ഇത് ഇപ്പോൾ എല്ലാം വരുമല്ലേ, ഇങ്ങനെ ഫേസ്ബുക്കിലോ വാട്സപ്പിലായാലും വരുമല്ലേ, അങ്ങനെ മീഡിയയ്ക്ക് കൊടുക്കും പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ടാവും. തീർച്ചയായും പേടിപ്പിച്ചിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ഇങ്ങനെ ഫുള്ളായിട്ടും പൈസ ആരും കൊടുക്കില്ലല്ലോ. ഇപ്പം ഭാര്യയും ഭർത്താവ് ആയാൽ തന്നെ കൊടുക്കില്ലല്ലോ. ഞാനിപ്പോൾ ഞാൻ 24 വർഷം ജോലി ചെയ്ത് ഞാൻ ശമ്പളം മേടിച്ചത് ഞാൻ ഒരു പൈസ പോലും എൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ കൊടുത്തിട്ടില്ല. ഭർത്താവിന് കിട്ടുന്നത് ഞാനും ചോദിക്കത്തില്ല. ഞങ്ങൾ രണ്ടും കൂടെ വീട്ടുകാര്യങ്ങൾ നോക്കുന്നു, ബാക്കി കാര്യങ്ങളെല്ലാം നോക്കുന്നു. ഇപ്പം ഒരാളുടെ കയ്യിൽ കാശില്ലെങ്കിൽ വേണമെങ്കിൽ ചോദിക്കും, അപ്പോഴും കൊടുക്കും. അല്ലാതെ ഞങ്ങൾ പരസ്പരം ഞങ്ങളുടെ പൈസ ആരുടെയും കയ്യിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് ഇത്ര കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തിട്ടില്ല. എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുമില്ല, ഞാനും ചോദിക്കത്തില്ല എത്ര കിട്ടി. അപ്പോൾ ഇത് വിവാഹം കഴിച്ചില്ല, വിവാഹം നിശ്ചയിച്ചിട്ടില്ല, ഒരാൾ അയച്ചു കൊടുക്കണമെങ്കിൽ തീർച്ചയായും ശരിക്കും ബ്ലാക്ക് മെയിലിംഗ് തന്നെയായിരിക്കും. അപ്പോഴും അവൾ ഉദ്ദേശിച്ച് കാണാം, എന്നാലും കെട്ടുമല്ലോ എന്നുള്ള ഉദ്ദേശമുണ്ട്. അതുകൂടി ഇല്ലാന്ന് കണ്ടപ്പോൾ 13-ാം തീയതി പിന്നെ ആറ്റുകാൽ പൊങ്കാലയായിരുന്നു, അതിനും പോയിട്ടാണ്. പൊങ്കാല ഇട്ടോ? മേഘ പൊങ്കാല ഇട്ടു. ഇവരെല്ലാം കൂടെ എൻ്റെ മോൻ്റെ വീട്ടിലാണ് പോയി താമസിച്ചത്. തലേ ദിവസം പോയി താമസിച്ച് പിറ്റേ ദിവസം പൊങ്കാല ഇട്ടേച്ചാണ് പോയത്. അപ്പൊ അവസാനം അതിന് പൊങ്കാലിട്ട ദിവസമാണ് കാണുന്നത്. സന്തോഷമായിട്ട് കണ്ട് നല്ലൊരു കർമ്മം ചെയ്തേച്ച് വന്നതാണ് അമ്മ. അവര് പരസ്പരം ഒരുക്കി, അമ്മയെ എല്ലാം നല്ലപോലെ ഒരുക്കി എന്നാണ് പറയുന്നത്. അമ്മയെ നല്ലപോലെ ഒരുക്കി, അമ്മ അവളെ നല്ലപോലെ ഒരുക്കി. ഒരു ഡ്രസ്സ് ഇട്ടിട്ട് അത് ശരിയാവാഞ്ഞിട്ട് വേറെ ഡ്രസ്സ് ഇട്ട് ഇവിടെ വന്ന് അവൾക്കുള്ള ഡ്രസ്സൊക്കെ എടുത്തോണ്ടാണ് മേഘയുടെ അമ്മ പോയത്. ഈ മോളിങ്ങനെ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ തെറ്റ് ക്ഷമിക്കാനും മോടെ കൂടെ നിൽക്കാനും ആൾക്കാരല്ലേ ഈ മധുചേട്ടനും ഈ ചേച്ചിയും? തീർച്ചയായും അവരത്രയ്ക്ക് അവളെ സ്നേഹിച്ചിട്ടുണ്ട്. മേഘയുടെ അമ്മ ഇവിടെ ഇല്ലാത്തപ്പോഴും അച്ഛൻ മാത്രമാണ് ഇവിടെ ഉണ്ടത്. അച്ഛൻ ഇവിടെ താമസിക്കുന്നു. മേഘയുടെ അമ്മയ്ക്ക് പാലക്കാട് ജോലി, റിട്ടയർഡായ പിന്നെ ഇവിടെ സ്ഥിരം താമസം. ഇവിടെ പിന്നെ കുറച്ച് വെട്ടാനുണ്ട്, അത് വെട്ടും. പിന്നെ ടെറസിൽ കൃഷിയൊക്കെ ചെയ്യും. ടെറസിലായാലും പിന്നെ ചെടികൾ എല്ലാം അവൻ സ്വന്തമായിട്ട് ചെയ്യും. പിന്നെ എങ്ങോട്ട് പോകണമെങ്കിലും പോകും. നമ്മുടെ ആവശ്യത്തിനെല്ലാം, ഹോസ്പിറ്റലിലെ ആവശ്യത്തിനെല്ലാം അവനാണ് കൂടെ നിന്നത്. 11 ദിവസം ICU കിടന്നു. അപ്പോഴൊക്കെ അവൻ തന്നെയാണ്. അതും എൻ്റെ മോനും കൂടെ ICUയുടെ മുന്നേ കിടക്കുന്നത് 11 ദിവസം. അവളെ ആദ്യമേ ട്രാപ്പിലാക്കി, അവളെ കയ്യിൽ നിന്നുള്ള പൈസ എല്ലാം അടിച്ചു മാറ്റി, അവളെ മാക്സിമം ഉപയോഗിക്കുന്ന അത്രയും ഉപയോഗിച്ചു. അവൻ ഇത്രയും വലിയൊരു ചതി അടുത്ത കാലത്ത് നമ്മൾ കേട്ടിട്ടില്ല ടീച്ചർ. ഇല്ല. പോലീസ് നല്ല പിടിപാടും ബുദ്ധിയുള്ള പോലീസുകാർ, എന്നിട്ട് കിട്ടുന്നില്ല. കർണാടകയിലെല്ലാം പോയി, തമിഴ്നാട്ടിലെല്ലാം പോയി അന്വേഷിച്ചു എന്ന് പറയുന്നു. സാധാരണ എല്ലാവരും ഫോൺ ട്രാപ്പ് ചെയ്തിട്ടല്ലേ പിടിക്കുന്നത്. ഇത് അങ്ങനെയില്ലല്ലോ, അങ്ങനെയും പിടിക്കുന്നില്ലല്ലോ. ഫോൺ ഉപയോഗിക്കാതിരിക്കത്തില്ല. ചിലപ്പോൾ അച്ഛനെയും അമ്മയും വിളിക്കുന്നുണ്ടാവുമല്ലോ. അച്ഛനും അമ്മയ്ക്കും അറിയാമായിരിക്കും. ഈ അമ്മയുടെ വീട് തൃശ്ശൂർ ചാവക്കാട്. അച്ഛനെയും അമ്മയും കിട്ടിയില്ല. അവർ വന്ന് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയ പിന്നല്ലേ കാണുന്നത്. അവരെയെങ്കിലും പിടിച്ചുകൂടായിരുന്നു നേരത്തെ. അതും ചെയ്തില്ലല്ലോ. കേരള പോലീസിന് ബുദ്ധി കുറവൊന്നുമില്ല. ഇത് അവർ അന്വേഷിക്കുന്നില്ല. അന്വേഷിക്കാത്തതിൻ്റെ കുഴപ്പം തന്നെയാണ്. അവർ വന്ന് പോലീസ് സ്റ്റേഷനിൽ, ചാവക്കാട് സ്റ്റേഷനിൽ വന്നു കീഴടങ്ങി എന്ന് പറഞ്ഞ ശേഷമാണ് പേട്ട പോലീസ് പോയത്. അവർ പോയി അവിടെ ചെന്നിട്ട് അവരെന്തോ പറഞ്ഞു എന്നൊന്നും പിന്നെ തെളിവുകളൊക്കെ നശിപ്പിച്ച് കാണും. അന്ന് അവൻ പിന്നെ സുഗാന്തിൻ്റെ നിന്ന് കിട്ടാത്ത തെളിവുകളൊക്കെ നശിപ്പിച്ച് കാണും. IB കസ്റ്റഡിയിൽ നിരീക്ഷണത്തിൽ അവനെ വെച്ചിരിക്കാനായിട്ട് മുറി വെച്ചിട്ടുണ്ടോ? അവിടുത്തെ പോലീസും എടുത്തില്ല, ഇവിടുത്തെ പോലീസും എടുത്തില്ല. അല്ല, അങ്ങനെയല്ല. ഇവള് ഡൽഹിയിലല്ലേ പഠിച്ചത്. ഫോറൻസിക് സയൻസ് പഠിക്കണമെന്ന് പറഞ്ഞ് ഫോറൻസിക് സയൻസിന് ഡൽഹിയിലാണ് പഠിച്ചത്. ഫോൺ ഒരിക്കലും ഓണാക്കത്തില്ല. ഫോൺ ഓണാക്കിയില്ലെങ്കിൽ തന്നെ അവന് ചിലവിന് കാശ് വേണ്ടേ? ചിലവിന് അച്ഛനും അമ്മയും അയച്ചു കൊടുക്കുന്നുണ്ടോ, ഫ്രണ്ട്സ് അയച്ചു കൊടുക്കുന്നുണ്ടോ, എന്തൊക്കെ ഈ പോലീസിനെ അന്വേഷിച്ചുകൂടെ? ബർത്ത്ഡേക്ക് അവൻ ഗിഫ്റ്റ് കൊടുത്തതാണ് കാറ്. റിട്ടയർഡായി പൈസ കിട്ടിയപ്പോഴേ കൊല്ലത്തൊരു കല്യാണത്തിന്, അത് കാറിടാനുള്ള സൗകര്യമൊന്നും ഇല്ലാത്തടത്തൊക്കെയാണ് ആദ്യം താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കൊല്ലത്തൊരു കല്യാണത്തിന് പോകണം, വേറെ ഫ്രണ്ട്സ് കൊണ്ട് കാറ് വേണമെന്ന് പറഞ്ഞതിന് കാറ് കൊണ്ട് അവിടെ കൊടുത്തതാണ് അത്. അപ്പം പിന്നെ കാറ് തിരിച്ചു ഇങ്ങ് കൊണ്ടുവന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് പോയത്. കാർ ഇങ്ങ് കൊണ്ടുവന്നു. പിന്നെ കാർ കൊടുത്തിട്ടില്ല. അന്ന് പോയി വന്ന് എറണാകുളത്ത് വെച്ച് അവിടെ ടോൾ പ്ലാസയിൽ ചെന്നപ്പോൾ ഈ കാറ് ആരോ മോഷണം പോയി എന്ന് പറഞ്ഞിട്ടാണ് അവൻ വിളിച്ചത്. കാർ മോഷണം പോയി എന്ന്. അങ്ങനെ അറിയുന്നത് അവിടെ എറണാകുളത്ത് ചെന്നു. എന്നിട്ട് നേരെ അങ്ങ് പാലക്കാട് ചെല്ലാൻ പറഞ്ഞു. എന്നിട്ട് അവർ മധു അന്ന് എന്തോ ആവശ്യത്തിന് പാലക്കാട് പോയി. നിഷയും പാലക്കാടുണ്ടായിരുന്നു, മെഹയുടെ അമ്മയും പാലക്കാടുണ്ടായിരുന്നു. എന്നിട്ട് അവർ മൂന്നും കൂടെ തിരിച്ചിങ്ങി വന്നത് കാറിൽ. ഇപ്പോൾ ഈ പോയ കൂട്ടത്തിൽ ഏറ്റവും പാവം കൊച്ചിതാണെന്ന് അവന് മനസ്സിലായി.
അവന് അങ്ങനെ അവൻ വളച്ചെടുത്തു എന്ന് പറഞ്ഞാൽ അവനാണ്. അവൾ പാലക്കാടായിരുന്നപ്പോഴും ട്രിവാൻഡ്രത്ത് നിൽക്കുമ്പം എല്ലാ ആവശ്യത്തിനും ഒരു പനിയാന്ന് പറഞ്ഞാൽ ഉടൻ ഓടിപ്പോയി ഇവിടുന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ. മധുവേ, ഈ റെയിൽവേ ട്രാക്കിൽ കൂടെ നടക്കുമ്പോഴൊരു നിമിഷം അവൾക്ക് ചിന്തിച്ചൂടെ? നടക്കുമ്പോൾ അവൻ വിളിച്ച് അവൻ്റെ കോള അറ്റൻഡ് ചെയ്തുകൊണ്ടാണ് നടന്നത്. എന്നിട്ട് ഫോണും കിട്ടിയില്ലല്ലോ, ഫോണും നെഞ്ചത്ത് വെച്ചുകൊണ്ട് കിടന്നു. അതിനെക്കുറിച്ച് ആ പറയുന്ന അത്രയേ അറിയുള്ളൂ. വിളിച്ചു ചേച്ചി ട്രെയിൻ വരുന്നു എന്നും വിളിച്ചു, എന്നിട്ട് കേട്ടില്ല എന്ന് പറയുന്നു. എന്നിട്ട് ഫോൺ ചെയ്തുകൊണ്ട് പോവല്ലേ, കേൾക്കുന്നില്ലല്ലോ. എവിടെ റെയിൽവേ ട്രാക്കിൻ്റെ മേളിലെങ്ങാണ്ട് നിന്നൊരു പയ്യൻ വിളിച്ചു എന്നാണ് പറയുന്നത്. ചേച്ചി ട്രെയിൻ വരുന്നു പറഞ്ഞു. അപ്പോൾ ഫോണിന് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ കേൾക്കത്തില്ലല്ലോ. ഫോണും കൊണ്ടാ പോയെന്ന് പറയുന്നു. ഈ ലോക്കോ പൈലറ്റ് കണ്ട് വലിയതായിട്ട് ഓണടിച്ചെന്നാണ് പറയുന്നത് മാറാൻ വേണ്ടി. അങ്ങേരെ അടുത്ത് വന്നു പോയില്ലേ, നേർക്ക് വലിച്ചു നിർത്താൻ പറ്റൂലല്ലോ. മോനെ അറിഞ്ഞിട്ട് മോന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മോനോട് അങ്ങോട്ട് പേട്ടയിലോട്ട് ചെല്ലാൻ പറഞ്ഞ് അവനും വൈഫും കൂടെയാണ് പോയത്. അവൻ അവളോട് പറയുന്നു വഴി പറഞ്ഞതാന്ന്. ട്രിവാൻഡ്രത്ത് എത്രയോ വർഷം കൊണ്ട് താമസിക്കുന്നവന്. പ്രേമം എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും ഒരു അച്ഛൻ്റെ അമ്മയുടെ സ്നേഹമല്ല മറ്റ് ആൺകുട്ടികളുടെ നിന്ന് പെൺകുട്ടികൾക്ക് കിട്ടുന്നത്. അത് വേണമെന്നുള്ളവർക്ക് സ്വീകരിക്കാം. പക്ഷേ അച്ഛനെയും അമ്മയും മറന്നിട്ട് മേഘയ്ക്ക് പറ്റിയതുപോലെ ആർക്കും പറ്റരുത്. ഒരാളും അങ്ങനെ ചെയ്യരുത്. അച്ഛനെയും അമ്മയും മറന്ന് ഒരാളും പ്രേമിക്കുമായാലും ജീവിക്കുമായാലും എങ്ങനെയായാലും അച്ഛനെയും അമ്മയും മറക്കരുത്. അച്ഛനും അമ്മയാണ് കാണപ്പെട്ട ദൈവം. മേഘയ്ക്ക് പറ്റിയതുപോലെ ഒരു പെൺകുട്ടികൾക്കും പറ്റാൻ പാടില്ല, ചെയ്യുവാനും പാടില്ല, ഒരു പെൺകുട്ടികളും ചെയ്യാൻ പാടില്ല. അതാ അവിടെ അച്ഛനെയും അമ്മയും നോക്കാൻ ഇനി ആരാ ഉള്ളത്? അവിടെ അച്ഛനെയും അമ്മയും നോക്കണ്ട എന്നുള്ളതിലല്ലേ അവളിങ്ങനെ ചെയ്തത്. മേഘ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഒരിക്കലും. മേഘ ചെയ്തതുപോലെ ഒരു പെൺകുട്ടികളും ചെയ്യാൻ പാടില്ല. ടീച്ചറൊക്കെ അഭിമാനത്തോടെ മേഘയെക്കുറിച്ച് ടീച്ചറിന്റെ സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഓരോരുത്തരുടെ ആ ചെറിയ പ്രായത്തിലേ കിട്ടിയത്. ഞാൻ പറഞ്ഞ അവൾ പഠിക്കാൻ നല്ല ബുദ്ധിയുള്ള കുട്ടിയായിരുന്നു, പഠിക്കാൻ ബ്രില്യൻ്റ് ആയിരുന്നു. പിന്നെ പ്ലസ് ടു കഴിഞ്ഞപ്പം ഫോറൻസിക് സയൻസാണ്. ഇവിടെ ആരും അങ്ങനെ പഠിച്ചിട്ടില്ല. ഫോറൻസിക് സയൻസ് വേണമെന്ന് പറഞ്ഞു ഡൽഹി കൊണ്ട് വിട്ടാണ് പഠിപ്പിച്ചത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.